SSB ഇന്റർവ്യൂവിനെ കുറിച്ച് പിന്നെ പറയാം. എന്നാലും ഒരു തമാശ പറയാം. അതിൽ ആദ്യം തന്നെ ഫിസിക്കൽ ടെസ്റ്റുകളാണ്. 1 മൈൽ ഓട്ടം ഉണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ നിക്കർ ഇട്ടിട്ട് വേണം ഓടാൻ. വെള്ള ഷൂ ഇടണം. നിക്കർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടണം വലുതായ പിന്നെ. ഷൂ അന്ന് വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ചപ്പലൊക്കെ ഇട്ടുണ്ടാകും. അപ്പൊ അതിന് പോയി വാങ്ങിയാണ്. അപ്പൊ പുതിയ ഷൂ ഇടുന്നതിന്റെ ബുദ്ധിമുട്ട്. എന്നാലും അതൊക്കെ കെട്ടി പോയി. വിഷമമൊന്നും ഉണ്ടായില്ല. കാരണം നമുക്കത് കിട്ടണ്ട, ജോലി കിട്ടണ്ടല്ലോ. അങ്ങനെ പോയി. അപ്പൊ ഈ 1 മൈല് ഓട്ടം 400 പേര് ഞങ്ങളുണ്ടായിരുന്നു അന്ന് ഇന്റർവ്യൂവിന് വന്നവര്. ഓടിയൊരു 400 മീറ്റർ 500 മീറ്റർ കഴിയുമ്പോഴേക്കും എന്റെ കഥ ഒരുവിധം തീരുമാനമായി. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു 10 പേരും കൂടിയേ ഉള്ളൂ. ബാക്കി എല്ലാവരും മുമ്പോട്ട് പോയി. എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നടക്കാൻ സമ്മതിക്കില്ല അവർ. അതിന്റെ ഇടയ്ക്ക് എന്റെ വലത് കാലത്തെ ലേസ് അഴിഞ്ഞു പോയി, ഷൂ ഊരിപ്പോയി. ഇനി ഞാൻ ഇരുന്ന് ഒന്നാമത് ലേസ് കെട്ടാൻ അറിയില്ല. ഇരുന്ന് ആ ഷൂ കെട്ടിക്കഴിഞ്ഞാൽ ഈ പിന്നിൽ നിൽക്കുന്ന 10 പേരും എന്നെ ക്രോസ് ചെയ്തു പോകും. ഏറ്റവും അവസാനത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത നാണക്കേട്, എന്റെ സെൽഫ് പ്രസ്റ്റേജിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനേക്കാട്ടിലും നല്ലത് ഈ ഇടത് കാലത്തെ ഷൂവും കൂടെ ഊരി കഴിഞ്ഞാൽ രണ്ടും തുല്യമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇടത് കാലത്തെ ഷൂ ഊരി മറ്റേ ഷൂവും കൈ പിടിച്ച് എത്തുകയും അങ്ങനെ അവസാനത്തെ ആള് അല്ലാതെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ മനസ്സ് സന്തോഷിക്കുമായിരുന്നു, നമുക്ക് കിട്ടില്ല, ഏറ്റവും അവസാനത്തെ ആളാണല്ലോ എന്നുള്ള രീതിക്ക്. ഇന്റർവ്യൂ കഴിയുകയും ഈ പറഞ്ഞ പോലെ അവസാനത്തെ ദിവസം സെലക്ട് ചെയ്തപ്പോൾ മെറിറ്റിൽ നമ്പർ 1 ആയിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. സത്യം പറയാച്ചാൽ എനിക്ക് 8 പേരാ സെലക്ട് ആയത്. എനിക്ക് ഇന്നും അറിയില്ല എങ്ങനെയാണ് ഞാൻ, കാരണം ഫിസിക്കലി ഇത് മാത്രമല്ല കുറെ ഉണ്ടായിരുന്നു, അതിലൊക്കെ ഞാൻ മോശമായിരുന്നു. സ്റ്റെയർ കേസ് കയറിയിട്ട് കയറിലേക്ക് ചാടി അത് പിടിച്ച് ഇറങ്ങണ, അത് ചാടിയപ്പോഴേക്കും ഞാൻ തെന്നി വീഴുകയും എന്റെ 2 കൈയിലും തോല് ബാൻഡേജ് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു.